ദശകം 7 ശ്ലോകം 2. സോയം വിശ്വവിസർഗദത്തഹൃദയ സംപശ്യമാനസ്വയം ബോധം ഖല്വനവാപ്യ വിശ്വവിഷയം ചിന്താകുലസ്തസ്തിവാൻ താവത്വം ജഗദാംബദേ തപതപേത്തേവം ഹി വൈഹായസീം വാണീ മേ നമഃശ്രവശ്രുതിസുഖാ കുർവം സ്തവപ്രേരണാം. സോയം ആ ബ്രഹ്മാവ് വിശ്വവിസർഗദത്തഹൃദയ വിശ്വത്തിലെ എല്ലാ വസ്തുക്കളെയും സൃഷ്ടിക്കുവാൻ വേണ്ടി സംപശ്യമാന ആഗ്രഹിച്ചിട്ട് സ്വയം അതിനുവേണ്ടി ബോധം കല്വനവാപ്യ ആ കലു അനവാപ്യ ആ അറിവ് കിട്ടാഞ്ഞിട്ട് അനവാപ്യ കിട്ടാഞ്ഞിട്ട് ഈ വിശ്വവിഷയത്തിനെ പറ്റിയുള്ള അറിവ് കിട്ടാഞ്ഞിട്ട് ചിന്താകുലനായി. താവത് ചിന്താകുലസ്തസ്തിവാൻ ചിന്താകുലനായി. എങ്ങനെ പ്രപഞ്ച സൃഷ്ടി നടത്തണം എന്നുള്ള അറിവ് കിട്ടാഞ്ഞിട്ട് ചിന്താകുലനായി. താവത്വം ജഗദാംബദേ താവത് അപ്പോൾ നിന്തിരുവടിയുടെ എല്ലാ ലോകങ്ങളുടെയും ജഗദാംബദേ എല്ലാ ലോകങ്ങളുടെയുമായ ഭഗവാനെ തപതപേത്യേവം ഹി വൈഹായസി തപതപേ തപസ്സു ചെയ്യൂ എന്ന വാക്ക് തേവം തപതപേത്തേവം ഇപ്രകാരം ഹി വൈഹായസി ആകാശത്തു നിന്ന് വാണി മേ നമഃശ്രവഃ ആ വാണി ആ വാക്ക് ആ തപതപേ എന്നുള്ള വാക്ക് ആകാശത്തു നിന്നും കേൾപ്പിച്ചു. നിന്തിരുവടി ഭഗവാൻ കേൾപ്പിച്ചു കൊടുത്തു. ശ്രുതി സുഖാം ചെവിക്ക് സുഖമുള്ളതും കുർവം സ്തവപ്രേരണ തപസ് ചെയ്യാനുള്ള പ്രേരണയെ കേൾപ്പിച്ചു കൊടുത്തു എന്നാണ് ഈ ശ്ലോകത്തിൽ പറയുന്നത്. സഹ അയം ആ ബ്രഹ്മാവ് പ്രപഞ്ച സൃഷ്ടിക്ക് ആഗ്രഹിച്ച് സ്വയം അതിനു വേണ്ടി ഈ പ്രപഞ്ചത്തിനെ പറ്റി ഒരറിവും കിട്ടാതെ ദുഃഖിച്ചിരുന്നു. ഈ ലോകത്തിൻ്റെ മുഴുവനായുള്ള ഭഗവാനെ തപസ്സു ചെയ്യൂ എന്നുള്ള ആകാശത്തു നിന്നുള്ള ആ വാക്ക് അദ്ദേഹത്തിനെ കേൾപ്പിച്ചു കൊടുത്തു എന്നാണ് ഈ ശ്ലോകത്തിൽ പറയുന്നത്.